2 വർഷം മുമ്പ് ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ഇന്ന് ലോകം ഒരു തവണ കൂടി ഓർക്കുകയാണ്. അന്ന് കൊല്ലപ്പെട്ടവരെ ഓർക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ജനങ്ങൾ കൂട്ടമായി. സയൻസ് സെൻറ്ററിൽ അവിടെ ഒരു വലിയ ജനക്കൂട്ടം ഒത്തുകൂടി. അങ്ങനെ പലയിടത്തും ആളുകൾ കൂട്ടം ചേരുന്നു. ആ ദുർദിനത്തെ അവരെല്ലാം ഇന്ന് വീണ്ടും ഓർത്തെടുക്കുന്നു. ഒക്ടോബർ 7-ന് 79 വിദേശ പൗരന്മാർ ഉൾപ്പെടെ ഇസ്രയേലിലുള്ള 1195 പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേർ ബന്ദികളാകുകയും ചെയ്തു. ആക്രമണത്തിന് 2 വർഷം തികയുമ്പോൾ അവരെല്ലാം ഇന്നും ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. 2023 ഒക്ടോബർ 7 ഒരു ശനിയാഴ്ചയായിരുന്നു. ഷബത്തും ജൂത അവധി ദിനമായ സിംചാറ്റ് തോറയും ഒരേ ദിവസം. അന്നാണ് ക്രൂരമായ ആക്രമണത്തിന് ലോകം സാക്ഷിയായത്. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിനു ശേഷം ഇസ്രയേലിൻ്റെ പ്രദേശത്തേക്ക് നടന്ന ഒരു വലിയ അധിനിവേശം, ഒരു ആക്രമണം, ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. പ്രാദേശിക സമയം രാവിലെ 6:30 ഗാസയിൽ നിന്ന് തെക്കൻ ഇസ്രയേലിലേക്ക് ആക്രമണം നടന്നത്. ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെട്ടു. ഹമാസിൻ്റെ പ്രവർത്തകർ കര, കടൽ ഒക്കെ വഴി അതിർത്തി കടന്ന് ഇസ്രയേലിലേക്കെത്തി. ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു. പാരാഗ്ലൈഡറുകളിൽ പറന്ന് സൈനിക പോസ്റ്റുകളും സിവിലിയൻ പ്രദേശങ്ങളുമൊക്കെ താണ്ടി അവർ ജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രയേൽ തിരിച്ചടിച്ചു. ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്രയേൽ പ്രതിരോധ സേന, അതായത് IDF, ഓപ്പറേഷൻ സോഡ് ഓഫ് അയൺ ആരംഭിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ മുതൽ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ 67,160 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 21 മൃതദേഹങ്ങൾ ആശുപത്രിയിലെത്തി. 96 പേർക്ക് പരിക്കേറ്റു. ഇതൊക്കെ മന്ത്രാലയം തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇതോടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 1,69,679. 2023 ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ ആക്രമണത്തിന് 2 വർഷം തികയുമ്പോൾ ആ വേളയിൽ വീര്യമൃത്യു വരിച്ചവരുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ പേരുകൾ ഇസ്രയേലും പുറത്തുവിടുന്നുണ്ട്. ഗസ മുനമ്പിലും ലെബനനിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ നടന്ന പോരാട്ടങ്ങളിൽ മരിച്ചവരുടെ പേരുകൾ അവർ അവിടെ പറയുകയും ചെയ്യുന്നു. ഏകദേശം 42% പേർ 21 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. അവരിൽ ഭൂരിഭാഗവും നിർബന്ധിത സൈനിക സേവനമനുഷ്ഠിക്കുന്ന യുവാക്കളായിരുന്നു. 141 പേർ 40 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. ഈ സംഘർഷം ഇസ്രയേലിൻ്റെ ദുഃഖവലയത്തിലേക്ക് 6500-ലധികം കുടുംബാംഗങ്ങളെ ചേർത്ത് വെച്ചു. അതിൽ 1973 രക്ഷിതാക്കളുണ്ട്, 351 വിധവകളുണ്ട്, 885 കുട്ടികളുണ്ട്, 3481 സഹോദരങ്ങളുണ്ട്. 44 രാജ്യങ്ങൾ, അവിടുത്തെ ഗവൺമെൻറ്റുകൾ അന്ന് ഈ ആക്രമണത്തെ അപലപിച്ചു. അതിനെ ഭീകരവാദമായി വിശേഷിപ്പിക്കുകയും ചെയ്തു. അതേസമയം ചില അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇതിനെ ഒരു പ്രതികാര നടപടിയായി കണ്ടു. അതിൻ്റെ മൂലകാരണം ഇസ്രയേൽ പാലസ്തീൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയതാണ് എന്നവർ കുറ്റപ്പെടുത്തി. ഇസ്രയേലിൻ്റെ തുടർച്ചയായ അധിനിവേശം, ഗാസ മുനമ്പിലെ ഉപരോധം, അനധികൃത ഇസ്രയേലി കുടിയേറ്റം, അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഇസ്രയേലി ആക്രമണം, ഇതിനൊക്കെയുള്ളൊരു പ്രതികരണമാണ് ഈ ഹമാസ് നടത്തിയത് എന്ന് ചിലർ പറഞ്ഞു. അന്നത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ നിരവധി വ്യക്തികളും പാശ്ചാത്യ മാധ്യമങ്ങളും ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ദിവസമാണ് അത് എന്ന് വിശേഷിപ്പിച്ചു. ഹോളോകാസ്റ്റിന് ശേഷം ജൂതന്മാർ കണ്ട മാരകമായ ഒരു ആക്രമണം, അത് ഒരു വംശഹത്യയാണ് എന്ന് ചിലർ ആരോപിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനും ഗാസയ്ക്കും മാത്രമല്ല, മുഴുവൻ ലോകത്തിനും ഒരു പാഠമാണ്. ഭീകരത മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നില്ല, അത് സമരത്തെ ദുർബലപ്പെടുത്തുന്നു. ഭീകര ആക്രമണം, ഭയം, ബലപ്രയോഗം എന്നിവയിൽ വേരൂന്നിയതാണ് തീവ്രവാദം. ഇതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് ഗുണകരമല്ല. ആ രാജ്യത്തിൻ്റെ അടിത്തറയിളക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം, സ്വാതന്ത്ര്യം, അന്തസ്സ്, അങ്ങനെ തുടങ്ങി മനുഷ്യ സംബന്ധിതമായ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമേ അല്ല. സഹകരണം, നിക്ഷേപം, വിദ്യാഭ്യാസം, വിശ്വാസം എന്നിവ തീവ്രവാദം നശിപ്പിക്കുന്നു. ഗാസയിൽ നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയും. സ്കൂളുകൾ, ആശുപത്രികൾ, ശുദ്ധജല വിതരണ കേന്ദ്രങ്ങൾ, സാമ്പത്തിക വികസനം എന്നിവയിൽ നിക്ഷേപിക്കുന്നതിനായി ഹമാസ് തയ്യാറായില്ല. പകരം അവർ തുരങ്കങ്ങൾ നിർമ്മിച്ചു, ആയുധങ്ങൾ ശേഖരിച്ചു, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു, അതിനൊക്കെ മുൻഗണന നൽകി.
പക്ഷേ ഫലം വ്യാപകമായ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ആഘാതമേറ്റ പ്രതീക്ഷയില്ലാത്ത ഒരു തലമുറ. തീവ്രവാദം സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുന്നില്ല, അത് അവയെ ഒറ്റപ്പെടുത്തുന്നു, തകർക്കുന്നു. ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഗാസയുടെ ജീവിതം കൂടുതൽ വഷളാക്കി. പാലസ്തീൻ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് ഹമാസ് അവകാശപ്പെടുന്നു. എന്നാൽ തീവ്രവാദം, ചാവേർ ബോംബ് ആക്രമണങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങൾ, മനുഷ്യരെ ബന്ദികളാക്കൽ അതൊന്നും ഗുണം ചെയ്യുന്നില്ല. പാലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നത് എന്ന് ഹമാസ് അവകാശപ്പെടുന്നു. എന്നാൽ തീവ്രവാദം, ചാവേർ ബോംബ് ആക്രമണങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങൾ, മനുഷ്യരെ ബന്ദികളാക്കൽ ഇതൊന്നും ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്നില്ല. തങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളെ തന്നെ വലിയ കഷ്ടപ്പാടിലേക്കാണ് ഹമാസ് തള്ളിവിട്ടത്. പാലസ്തീൻ്റെ ലക്ഷ്യം ന്യായമായിരിക്കാം, പരാതികൾ ന്യായമായിരിക്കാം, പക്ഷേ ഉത്തരം തീവ്രവാദമല്ല. 2023 ഒക്ടോബർ 7 കുട്ടികൾ, വൃദ്ധർ എന്നിവരുൾപ്പെടെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഹമാസ് ഇപ്പോൾ ആഗോളതലത്തിൽ ഇസ്രയേലിൻ്റെ സഹതാപം കൂട്ടി. പാലസ്തീനോടുള്ള സഹതാപം പലരും ഇസ്രയേലിന് നൽകി തുടങ്ങി. സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് പകരം ഹമാസ് ഗാസയെ ഒറ്റപ്പെടുത്തി. പ്രതികാരത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ചക്രങ്ങൾക്ക് ഇന്ധനം നൽകി. മനുഷ്യബന്ധിത പ്രശ്നങ്ങൾക്ക് നിരന്തരമായ യുദ്ധമല്ല, അഹിംസയാണ് ഏക പ്രതിവിധി. ഡ്രോണുകളുടെയും റോക്കറ്റുകളുടെയും ഭീഷണിയിൽ ഒരു കുട്ടിയും സ്കൂളിൽ പോകുന്നില്ല. സമാധാനപരമായ ജീവിതം നയിക്കാൻ തയ്യാറായി ആരും പുറത്തു വരില്ല. യുദ്ധമേഖലയിൽ ഒരാശുപത്രിയും ഫലപ്രദമായി പ്രവർത്തിക്കില്ല. നിരന്തരമായ അസ്ഥിരതയും ഉപരോധവും ഒരു സമ്പദ് വ്യവസ്ഥയും വളർത്തില്ല. ഭീകരത മനുഷ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയേയില്ല, അത് അവയെ വർദ്ധിപ്പിക്കുന്നു. സായുധ പോരാട്ടത്തേക്കാൾ കൂടുതൽ ശാശ്വതമായ മാറ്റം കൊണ്ടുവരാൻ അഹിംസ തന്നെയാണ് ഏക പ്രതിരോധ മാർഗം. ചർച്ചകൾ അതിനുവേണ്ടിയുള്ളതാണ്. ചരിത്രം ഇത് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ദക്ഷിണാഫ്രിക്കയിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അവിടെ വർണ്ണവിവേചനം അവസാനിച്ചത് ഭീകരതയിലൂടെയല്ല, മറിച്ച് നയതന്ത്രത്തിലൂടെയാണ്. ബഹുജന സിവിലിയൻ പ്രതിരോധത്തിലൂടെയാണ്. സുരക്ഷ, പ്രതീക്ഷ, അവസരം, അതാവണം ജീവിതം. ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതൃത്വത്തിലേക്ക് മാറാൻ സമൂഹം തയ്യാറാകണം. നിർമ്മാണത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു നേതൃത്വത്തിലാണ് അവർ വിശ്വാസം അർപ്പിക്കേണ്ടത്. വിദ്വേഷത്തിലേക്കല്ല, മനുഷ്യത്വത്തിലേക്കാണ് നേതൃത്വം ജനക്കൂട്ടത്തെ നയിക്കേണ്ടത്. ശബ്ദമില്ലാത്തവർക്ക് തീവ്രവാദം ശബ്ദം നൽകുന്നില്ല. ആക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് സന്ദേശത്തെ നിശബ്ദമാക്കും. ഗാസ ഇതിനൊരു ഉദാഹരണമാണ്.